ഇവിടെ നമുക്ക് അവിടെ വെച്ച് അവൻ വില്ലിൻ്റെ മിന്നുന്ന അമ്പുകളും പരിചയം വാളും യുദ്ധവും തകർത്തു കളഞ്ഞു എന്ന് നമുക്ക് വായിക്കുവാൻ കഴിയും. സ്തോത്രം. അവിടെ വെച്ച്. അപ്പോൾ പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥലത്തെക്കുറിച്ചും സാഹചര്യങ്ങളെക്കുറിച്ചുമാണ് ആസാഫ് അവിടെ രേഖപ്പെടുത്തുന്നത്. സ്തോത്രം. ആസാഫ് ആരായിരുന്നു എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. ആസാഫിൻ്റെ ദൈവവചനങ്ങളുടെ ആ പ്രാവണ്യത അല്ലെങ്കിൽ ആ ഗൗരവം എന്താണെന്നുള്ളതും നമുക്ക് നന്നായിട്ട് തിരിച്ചറിയാൻ കഴിയും. ഇവിടെ നിന്റെ മൂന്നാമത്തെ വചനമാണ് എന്നെ ദൈവാത്മാവ് ചിന്തിപ്പിച്ചത്. മൂന്നാമത്തെ വചനവും അഞ്ചാമത്തെ വചനവുമാണ്. അഞ്ചാമത്തെ വചനത്തിലേക്ക് നമുക്കിപ്പോൾ ചിന്തിക്കേണ്ട. മൂന്നാമത്തെ വചനം വളരെ ആഴമേറിയ അവിടെ വെച്ച് അവൻ വില്ലിൻ്റെ മിന്നുന്ന അമ്പുകളും പരിചയം വാളും യുദ്ധവും തകർത്ത് കളഞ്ഞപ്പോൾ നമ്മൾ ഈ ഭാഗം നോക്കുമ്പോൾ തകർത്ത് കളയുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് ഈ മൂന്നാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയും. നമ്മുടെ കർത്താവ് തകർക്കുന്നവനാണോ? അല്ല. പക്ഷെ വചനം എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു? ഞാൻ അവിടെ നിന്നു. നമ്മൾ ചെയ്ത കുറവുകളും നമ്മൾ ചെയ്ത പാപപ്രവർത്തികളും നമ്മുടെ സ്വഭാവങ്ങളൊക്കെ നോക്കിയാൽ നമ്മളെ തകർത്ത് കളയേണ്ട സമയം കഴിഞ്ഞില്ലേ? പക്ഷെ തകർക്കുന്നവനല്ല ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം, പണിയുന്ന ദൈവമാണെന്നുള്ളത് എന്നെ ഈ സങ്കീർത്തനം പഠിപ്പിച്ചു. പക്ഷെ മൂന്നാമത്തെ വചനം വായിച്ചപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡായി. പക്ഷെ രണ്ടാമത്തെ വാക്യം വായിച്ചപ്പോൾ എനിക്ക് അതിന്റെ ഉത്തരം പിടികിട്ടി. രണ്ടാമത്തെ വചനം വായിച്ചേ. അവന്റെ കൂടാരം അവന്റെ കൂടാരം ശാലേമിലും അവന്റെ വാസസ്ഥലം സിയോനിലും ഇരിക്കുന്നു. ഈ വാസസ്ഥലത്ത് വസിക്കുന്ന ഈ ശാലോമിലും അതുപോലെ തന്നെ സിയോനിലും വസിക്കുന്നവർ ദൈവമക്കളാണ്. ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന പട്ടണമാണ് യെരൂശലേം. അവിടെ വസിക്കുന്ന ദൈവകൃപ പ്രാപിച്ച ആത്മീക വരദാനങ്ങളുള്ള ഉപവസിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനത്തെ തകർത്ത് കളയാൻ പട്ടാളക്കാരുടെ ക്യാമ്പിലേക്ക് ഒരു സൈന്യം ഇടിച്ചു കയറി. ആ സൈന്യം ദൈവിക വചനത്തിൽ നിലനിൽക്കുന്നവരെ പലരെയും തീർത്തു കളഞ്ഞു. ഇത് നമ്മുടെ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിലെത്തി. സംഭവിച്ചത് എന്താണെന്നറിയാമോ? എൻ്റെ ദൈവം സൈന്യങ്ങളുടെ പട്ടാള ക്യാമ്പിലേക്ക് സൈന്യത്തെ അല്ല ദൈവം പറഞ്ഞു വിട്ടത്, ഒരു ദൂതനെയാണ്. നമുക്കറിയാം, സൈന്യ ക്യാമ്പിലേക്ക് ശാലോമിലും സിയോനിലും വസിക്കുന്ന ദൈവമക്കൾക്ക് നേരെ മിന്നുന്ന അമ്പുകളും സ്തോത്രം തേരുകളും കുതിരകളും വാളുകളുമായി വന്ന ഒരു കൂട്ടം സൈന്യങ്ങളുടെ നടുവിലേക്ക് സ്തോത്രം ഒറ്റ രണ്ട് കാലുള്ള സ്തോത്രം ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൂതനെ അതിനകത്തേക്ക് എൻ്റെ ദൈവം പറഞ്ഞു വിട്ടു. ചരിത്രം ഇങ്ങനെയാ പറയുന്നത്, 1,85,000 പേരെ ഈ ദൂതൻ അങ്ങ് തീർത്തു. അപ്പൊ ദൈവം ആരാ? ഇന്ന് പകലോർത്ത് എൻ്റെ ദൈവമക്കളെ, നിന്നെ തൊടുന്നവനെ തകർക്കുന്ന ഒരു ദൈവത്തെ ഞാൻ നീയും ആരാധിക്കുന്നു. ഞാനിത് പറയുമ്പോൾ എൻ്റെ ഉള്ളം നിറയുകയാണ്. നിങ്ങൾക്ക് എത്രത്തോളം അതിൻ്റെ ആത്മീയ ആശയം മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. സിയോനിലും ശാലോമിലുമുള്ള ദൈവമക്കളെ തകർക്കാൻ ഒരു കൂട്ടം സൈന്യങ്ങൾ അവരുടെ പാളയത്തിൽ അടിച്ചു കയറി. സ്തോത്രം. അവരറിയാതെ ഇരുന്ന സമയത്ത് അവരെ ഓരോന്നോരോന്നായി സൈന്യങ്ങൾ പട്ടാളക്കാര് തീർത്തു കളഞ്ഞു. ഇതെന്റെ പ്രാണനാഥന്റെ അരികിലെത്തി. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്നവരോട് പറയാം, നിന്നെ തൊട്ടാൽ അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊട്ടാൽ, നിന്റെ തലയിൽ ഒരു മുടി കൊഴിഞ്ഞു വീണാൽ അറിയാവുന്ന ഒരു ദൈവത്തെയാ ഇന്ന് പകൽ ആരാധിക്കുന്നത്. ആ ദൈവത്തിന് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. അവൻ സ്വർഗത്തിൽ നിറങ്ങിയില്ല. അവൻ ആരോടും പറഞ്ഞില്ല, സൈന്യങ്ങളോട് പറഞ്ഞില്ല. ഒരു ദൂതനെ ഇങ്ങോട്ട് വിളിച്ചു, ദൗത്യം ഭരമേൽപ്പിച്ചു. ദൗത്യം കൊടുത്തിട്ട് പറയുകയാ, എൻ്റെ മക്കൾ ശാലോമിലും സിയോനിലുമുണ്ട്, നീ അവിടെ ചെല്ലണം. ആരൊക്കെയാണ് ഇതിന് പദ്ധതി ഇട്ടിരിക്കുന്നത് അവരെ ഒന്നിനു പുറകെ തീർത്തേക്കണമെന്ന് ദൈവത്തിന്റെ വചനമായിരുന്നു. 1,85,000 പേരെ ഒറ്റ ദൂതൻ അടിച്ചു കൊന്നു. അപ്പൊ ഓർത്ത് നോക്കിയേ, എൻ്റെ ദൈവം ഒരു സൈന്യത്തെ ഇറക്കിയിരുന്നെങ്കിലും വെച്ചാൽ ഒരു ദൂതൻ പോയപ്പോൾ 1,85,000 പേര് തീർന്നു. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, ദൈവം ആരാ? തകർക്കുന്നവനാ, അല്ലേ? പക്ഷെ ഉത്തരം കിടക്കുന്ന എവിടാന്നറിയാമോ? നിന്നെ തൊടുന്നവനെ തകർക്കുന്നവനാ.
നിന്റെ കൂടാരത്തിനകത്ത്, നിന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തിനകത്ത്, നിന്റെ ജോലി മണ്ഡലങ്ങളിൽ നിന്നെ തകർക്കാൻ തേരും സൈന്യവും വാളും പരിചയമായി വരുന്നവരെ തകർക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അപ്പൊ നമ്മുടെ ദൈവം ആരാ? നിന്നെ കാണുന്ന ഒരു ദൈവം, നിന്നെ അറിയുന്ന ഒരു ദൈവം. വചനം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുക. നാം വിശ്വസ്തയോടെ നിന്നാൽ മതി, ദൈവം നമ്മോട് കൂടെ നിൽക്കും. ഉറപ്പല്ലേ? ഉറപ്പല്ലേ? നാം വിശ്വസ്തയോടെ നിന്നാൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. അതാ മൂന്നാമത്തെ വാക്യം. കണ്ട, മൂന്നാമത്തെ വാക്യത്തിന് ആശയം ഇപ്പം പിടികിട്ടിയോ? അവിടെ വെച്ച് അവൻ വില്ലിന്റെ മിന്നുന്ന അമ്പുകൾ, ഓർത്തോ, മിന്നുന്ന അമ്പുകൾ എന്ന് പറയാൻ കാരണം, ഒന്ന് വലിച്ചു വിട്ടാൽ അകം കുത്തിത്തൊളച്ചു വില്ല് വെളിയിപ്പോ. അത്രത്തോളം ആയുധങ്ങൾ കൂർപ്പിച്ച് നിർത്തിയ സ്തോത്രം മിസ്രയീമിലൂടെ നടുവിൽ. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്നവരോട് ഞാൻ പറയാം, നീ അറിയാതെ നിന്നെ എയ്തെറിയാൻ, നീ അറിയാതെ നിന്റെ പ്രശ്നത്തെ വലിച്ചു പിടിച്ച്, സ്തോത്രം, ഓരോന്നോരോന്നായി വലിച്ചു പിടിച്ച് ആഴമേറി നിർത്തുമ്പോൾ അത് മിന്നുന്ന വില്ലുകളാ. എൻ്റെ ദൈവം പറയുക, ഞാൻ അതിനെ തകർക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇത്രത്തോളം ഉറപ്പിക്കുന്ന വചനം പറഞ്ഞിട്ട് ദൈവമക്കളിനെ ക്ഷീണിക്കുന്ന ഇതിനകത്തിരിക്കുന്ന ഈ കൊച്ചു കുഞ്ഞു മുതൽ പുറകിലിരിക്കുന്ന പ്രായമുള്ളവര് വരെയും ദൈവത്തിന്റെ സറൗണ്ടിങ്ങിനകത്തുണ്ട്. നിന്നെ തൊടാൻ പിശാച് അനുവദിക്കത്തില്ല, നിന്റെ കുടുംബത്തെ തൊടാൻ പിശാച് അനുവദിക്കത്തില്ല. അവിടെ വെച്ച് വില്ലിന്റെ മിന്നുന്ന അമ്പുകൾ ദൈവം തകർത്തു. വില്ലുന്ന അമ്പുകൾ ദൈവം തകർത്തു. അടുത്ത പരിചയവും വാളും യുദ്ധവും ദൈവം തകർത്ത് കളഞ്ഞു. തകർക്കാൻ കാരണം എന്നാ? നിന്നെ തകർക്കാൻ ശ്രമിച്ചത് കൊണ്ടല്ലേ? അല്ലേ കർത്താവ് ഉപദ്രവകാരിയാണോ? അല്ല. ഇന്ന് പകുതി ഇതിനകത്തിരിക്കുന്നവരോട് പറയാം, ഈ വചനം വെച്ച് പുറപ്പാട് പുസ്തകത്തിലെ മോശയോട് ദൈവം പറഞ്ഞ വചനം കൂടെ ഒന്ന് ഇണക്കിക്കേ. നീ മിണ്ടാതിരിക്കുക, അവൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. കണ്ടോ? ഇന്ന് പകൽ ഓർത്തു, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു ദൈവമുണ്ട്. ദൈവത്തിന്റെ സന്നദ്ധിയിൽ നീയും നിന്റെ കുടുംബവും നിന്റെ തലമുറയും വിശ്വസ്തയോടെ നിന്നാൽ, നാം അറിയാത്തൊരു വേലിയുണ്ട്. നാം അറിയാത്തൊരു വേലിക്കകത്ത് അവൻ നമ്മളെ നിർത്തും. അതാ നമുക്ക് വായിക്കുവാൻ കഴിഞ്ഞത്. ഒരു സൈന്യത്തെ അല്ല എന്നെ ദൈവം അയച്ചത്, ഒറ്റ ദൂതനെയാ. ഒറ്റ ദൂതനെ അയച്ചപ്പോൾ ഇത്ര വലിയ നാശം സൃഷ്ടിച്ചെങ്കിൽ ഓർത്ത്, എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി ഒക്കെ ദൈവം ഓരോ ദൂതനെ നിർത്തിയേക്കുന്നത്. എല്ലാം മനസ്സിലായി. ഈ ദൂതൻ നിർത്തി എപ്പോഴാ? പലപ്പോഴും പല അപകടങ്ങൾ. ഇന്നലെ ഞാനും വായിച്ച ഷായമ്പായൊക്കെ പറയുകയായിരുന്നു, നമ്മൾ ദുബൈയിൽ വെച്ചുണ്ടായ ഒരു അപകടത്തെ കുറിച്ച്. അതിൽ വായിച്ചില്ലേ? ഭയങ്കരമായിട്ടൊരു അപകടം നടന്ന ഒരു കുടുംബത്തിൽ 5 മക്കൾ തീർന്നു ഒറ്റയടി. അപ്പനും അമ്മയും കൊതിച്ച് ഓമനിച്ച് പിഞ്ചോമനിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് വളർത്തിക്കൊണ്ട് വന്ന ഒരു കുടുംബത്തിലെ 5 പൊടി ഓമനകൾ റോഡിൽ തീർന്നു. അപ്പൻ്റെ അമ്മയുടെ അവസ്ഥ ദൈവമക്കളത് നിങ്ങൾ വായിക്കുന്നതല്ലേ, സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു. ഞാനതൊക്കെ ഇങ്ങനെ കണ്ടുപോയെങ്കിലും ഞാൻ ഓർക്കുക, ദൈവമക്കളെ, ദൈവം എത്രത്തോളം ശ്രേഷ്ഠതയോടെ നിർത്തിയേക്കുന്നത്. അപകടങ്ങൾ ഉണ്ടാകാമായിരുന്നില്ലേ? ഉറങ്ങിപ്പോയ സമയങ്ങളില്ലേ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ? അറിയാതെ പലപ്പോഴും നമ്മുടെ ജോലിയിൽ നമുക്ക് കയറിങ് നമുക്ക് വളരെ ശ്രദ്ധിക്കാൻ പറ്റാതെ വരുന്നില്ലേ? വീടിന്റെ സീഡി കയറി മുകളിലോട്ട് വരുമ്പോഴേ നമുക്ക് പലപ്പോഴും സമാധാനമില്ലാതല്ലേ വീട്ടിലേക്ക് വന്ന് കയറുന്നത്. ഹോസ്പിറ്റലിൽ ചെന്നാൽ സമാധാനമില്ല, കമ്പനിയിൽ ചെന്നാൽ സമാധാനമില്ല. വേട്ടവർ എന്തെല്ലാം ജീവിതത്തിൽ സംഭവിച്ചാലും ഇന്ന് പകൽ ഓർത്തോ, നിന്റെ ഓരോ കാലിന്റെ ചുവടുകളിൽ ഓരോ ദൂതനെ ദൈവം നിർത്തിയിട്ടുണ്ട്. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും, എന്തോ അവനെ പാതയ്ക്ക് പ്രകാശം. അപ്പോൾ ഓർത്തോ, നമ്മൾ എത്രത്തോളം പ്രൊട്ടക്ഷന് നടുവിലല്ലേ. ഈ ഭാഗം ഒത്തിരി എനിക്ക് സങ്കീർത്തന വേദഭാഗത്ത് പരിശുദ്ധാത്മാവ് ദൂതുകൾ തരുന്നുണ്ട്. എങ്കിൽ ഞാൻ ഒറ്റ കാര്യം പറയാം, നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ നമ്മൾ ആരായിരിക്കണം? വിശ്വസ്തരായിരിക്കണം. സിയോനിലും ശാലോമിലും ആരാധിച്ചവർ അവർ വിശ്വസ്തരായിരുന്നു, ആരാധനയോട് മഹത്വം കാണിക്കുന്നവരായിരുന്നു. അവരെ തൊട്ടാൽ എൻ്റെ ദൈവത്തിന് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അവരുടെ വില്ലിന്റെ മിന്നുന്ന അമ്പുകളെ ദൈവം ആദ്യം അങ്ങ് തകർത്തു. അമ്പിനെ തകർത്ത വില്ലിന് ഒരു പ്രയോജനമില്ല. ഉണ്ടോ? വില്ലെന്ന് പറഞ്ഞ് പറഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. അമ്പിനെ തകർത്താൽ വില്ലിനെ കൊണ്ട് ഒരു ഗുണവുമില്ല. ദൈവം തകർത്ത എവിടാ? അമ്പ. അതാ ചെന്ന് തറയ്ക്കുന്നത്. നിന്റെ മേൽ തറയ്ക്കുന്നതിനെ ദൈവം തകർക്കും. നിന്റെ മേൽ തൊടുന്നതിനെ ദൈവം തകർക്കും. ഇന്ന് പകലോർത്ത് ഞാനിവിടെ പ്രസംഗിക്കുന്നത് തകർക്കുന്ന ദൈവത്തെ കുറിച്ചാണ്.
ഞാനിവിടെ പ്രസംഗിക്കുന്നത് ഉടയ്ക്കുന്ന ദൈവത്തെ കുറിച്ചാ. ഞാനിവിടെ പ്രസംഗിക്കുന്നത് പണിയുന്ന ദൈവത്തെ കുറിച്ചാ. ഞാനിവിടെ പ്രസംഗിക്കുന്നത് നിന്നെ സ്നേഹിക്കുന്ന ദൈവത്തെ കുറിച്ചാ. ആസാഫ് പറയുക, അവൻ തകർക്കുന്നവന്. നിന്റെ വിശ്വാസ ജീവിതത്തിൽ ഒരു തെല്ല് പോലും കറ വീഴാൻ, നിന്റെ ആത്മീക ജീവിതത്തിൽ ഒരു തെല്ല് പോലും കളങ്കം വീഴാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. കാരണം എന്നാണെന്നറിയാമോ? അവൻ നിന്നെ വേലിക്കകത്താ സൂക്ഷിച്ചിരിക്കുന്നത്. 5-ാമത്തെ വചനം ഒന്ന് വായിച്ച, വേഴ്സ് 5. അപ്പം നോക്കിയേ, ധൈര്യശാലികൾ ഒത്തിരി പേരുണ്ടായിരുന്നു. പക്ഷേ ഒരു ദൂതൻ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നപ്പോ എന്ത് ചെയ്യുന്നറിയാമോ? ഇവരെ ആദ്യം കൊള്ളയിട്ടിട്ട് ഇവരെന്ത് ചെയ്തു? നിദ്രയിലോട്ട് അങ്ങോട്ട് പോയി, ഉറക്കത്തിലേക്ക് അങ്ങോട്ട് പോയി. ഈ ധൈര്യശാലികളാ എന്ന് പറഞ്ഞാൽ ഏത് പ്രശ്നത്തിന്റെ മുൻപിലും എടുത്തിറങ്ങാൻ കഴിവുള്ളവരെ. നമുക്കറിയാം, ഈ നീന്തൽ വിദഗ്ധരുണ്ട്. എത്ര ആഴമേറിയ കടലിലും എത്ര ആഴമേറിയ വെള്ളത്തിലേക്കും ഒക്കെ കുതിച്ചു ചാടിച്ചൊല്ലും. അടിത്തട്ടിൽ കിടക്കുന്ന സാധനങ്ങൾ പൊങ്ങി എടുത്തോണ്ട് വരും. കാരണം എന്നാ? എത്ര ധൈര്യശാലികളെന്നറിയാം. വലിയ പാറക്കെട്ടിന്റെ മുകളിൽ നിന്നൊക്കെ എടുത്ത് ചാടുന്നവരെ കണ്ടിട്ടുണ്ട്. വലിയ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടുന്നവരെ കണ്ടിട്ടുണ്ട്. ഈ മിലിറ്ററി ക്യാമ്പുകളിലും അതുപോലെ ആർമി ക്യാമ്പുകളിലൊക്കെ അറിയാം, വിവിധ നിലകളിൽ പരിശീലനം കിട്ടിയവരുണ്ട്. പക്ഷേ ദൂതൻ ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? അവരെ അങ്ങ് ഉറക്കി. നമുക്കറിയാം, ഈ കള്ളന്മാര് വീട്ടിൽ മോഷ്ടിക്കാൻ വരുമ്പോൾ, നാട്ടിലൊക്കെ ഇവിടെ മോഷ്ടിക്കാൻ വരുമ്പോൾ ആദ്യം ആരെ ഉറക്കുന്നത്? വീട്ടുകാരെയാണ് ഉറക്കുന്നത്. പട്ടിയെ ഉറക്കും. ഒരു ചെറിയ പാർലേജ് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കും, അതിലേക്ക് എന്തെങ്കിലും മുക്കി. ആദ്യം നായ അങ്ങ് ഉറങ്ങും. നായ ഉറങ്ങിക്കഴിയുമ്പോൾ പതുക്കെ അവരുടെ പദ്ധതികൾ തുടങ്ങും. കാരണം എന്നാ? ആ വീട്ടിലെ കാവൽക്കാരനായി ആദ്യം ഉറക്കും. എന്റെ കർത്താവിന്റെ ദൂതൻ ചെയ്തത് കണ്ടോ? സൈന്യ ക്യാമ്പിൽ ധൈര്യശാലികളായി വാളും പരിചയവും അമ്പും പിടിച്ചു നിന്നവനെ ദൂതൻ ആദ്യം ഉറക്കും. എന്തിനു വേണ്ടി ഉറക്കിയെന്നറിയാമോ? നിന്നെ ഉണർത്താൻ. നമ്മുടെ ഉറങ്ങിക്കിടക്കുന്ന ആത്മീക ജീവിതത്തെ ഉണർത്താൻ സർവശക്തനായ ദൈവം ശത്രുവിനെ ഉറക്കും. നമ്മൾ ആരാ? എന്റെ ദൈവത്തെ നന്ദിയോടെ ഞാൻ സ്തുതിക്കുക. നിന്നെ ഈ ഭൂമി ഉറക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കുടുംബം തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലമുറ ക്ഷീണിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം എന്നാ? അവരെ തകർക്കാൻ ആര് പദ്ധതിയിട്ട് അമ്പ് പിടിച്ച് നിൽക്കുന്നോ അവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ അമ്പ് എങ്ങോട്ട് പോകും? ഈ ധൈര്യശാലികൾ വലിച്ചു പിടിക്കുന്നവൻ ഉറങ്ങിയാൽ അമ്പ് എങ്ങോട്ട് പോകും? എങ്ങോട്ട് പോകും? അത് ലക്ഷ്യസ്ഥാനം തെറ്റിപ്പോത്തില്ലേ? ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന അമ്പ. അവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ അമ്പ എങ്ങോട്ട് പോകും? ദിശ മാറിപ്പോവും. ഇതാ ദൈവത്തിന്റെ പദ്ധതി. ഓർത്തോ, നിന്നെ ഇതുവരെ ആയിട്ടൊരു അമ്പ് വന്ന് വീഴാതിരിക്കുന്നത്, നിന്റെ നെഞ്ചത്ത് വന്ന് തറയ്ക്കാതിരിക്കുന്നത് എന്റെ കർത്താവ് ശത്രുവിനെ ഉറക്കിയതുകൊണ്ട്. നാം അറിയാതെ പലരെയും ദൈവം ഉറക്കി. എന്തിനാണെന്ന് അറിയാമോ? നീ അവരുടെ മുൻപിൽ തല താഴാതിരിപ്പാൻ. നീ അവരുടെ മുൻപിൽ വീണു പോകാതിരിപ്പാൻ ദൈവം ആദ്യം അവരെ തള്ളിയിട്ടു. ധൈര്യശാലികളെ ആദ്യം ദൂതൻ ഇറങ്ങി വന്ന് ഉറക്കി. അടുത്തേ പരാക്രമശാലികൾക്ക് ആർക്കും എന്ത് ചെയ്തില്ല? പിടികിട്ടിയോ? എന്തോ ഉണ്ടെന്നാ ചിന്തിച്ചേ. മുൻപിൽ നിൽക്കുക, പട്ടാള ക്യാമ്പിന്റെ മുൻപിൽ നിൽക്കുക. സൈന്യ ക്യാമ്പിലേക്ക് ദൂതൻ കയറി ചെല്ലുന്നു. ഓർത്തോണം, ചുമ്മാ ഒന്ന് സൈന്യ ക്യാമ്പിൽ കയറി ചെല്ലാൻ പറ്റത്തില്ല. ദൂതൻ കയറി ചെന്നപ്പോൾ വലിയൊരു ഇരുമ്പ് ഗേറ്റാ. അവനങ്ങോട്ട് ചെന്നതുമല്ല, ഗേറ്റ് എന്ത് ചെയ്തു? സ്വയമേ തുറന്നു മാറി. കാരണം എന്നാ? തെളിവ് പത്രോസിന്റെ ജീവിതത്തിലുണ്ട്. ദൂതൻ വന്നു, ഗേറ്റ് എന്ത് ചെയ്തു? തനിയെ മാറി. അപ്പൊ ഇവിടെയും തനിയെ മാറി കാണും. ദൂതൻ ചെന്നു, പട്ടാള ക്യാമ്പിന്റെ ഗേറ്റ് മാറി. പാറാവുകാരനെ ദൂതനെ എന്ത് ചെയ്തില്ല? കാണാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവത്തിന്റെ കരുതൽ ലോകത്തിന് കാണാൻ പറ്റത്തില്ല. ഒരു മനുഷ്യന്റെ കണ്ണിൽ തോന്നാത്ത വിധം
ഹൃദയത്തിൽ ചിന്തിക്കാത്ത വിധം, ഹല്ലേലൂയ, മനുഷ്യന്റെ ചെവികൾ കൊണ്ട് കേൾക്കാത്ത വിധം നിനക്ക് വേണ്ടി കരുതുന്ന ദൈവത്തിന്റെ കരുതൽ വലുതാ. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തേ. പട്ടാള ക്യാമ്പിലേക്ക് ദൂതൻ കാലുകൾ എടുത്തു വെച്ചു. അവിടെ നിന്ന് ആദ്യം പരാക്രമശാലികളുടെ ബലം കെടുത്തി. ഒരിക്കൽ ചന്ദ്രക്കിന്, മേശക്കിന്, അബേദിന ഹോമിലും തീച്ചൂളയിലേക്ക് ഇട്ടപ്പോൾ തീയുടെ എന്തോ കെടുത്തിയെന്ന വചനം വായിക്കുന്നത്. തീയുടെ ശക്തിയും ബലവും കെട്ട് കഴിഞ്ഞാൽ പിന്നെ തീ വല്ലത്തിനും കൊള്ളാമോ? ചുമ്മാ നമുക്ക് ആരി പോക്കറ്റ് ഇട്ടുകൊണ്ട് പോവാം. തീയുടെ ശക്തിയില്ല, കളറേ കൊള്ളൂ. അതിങ്ങനെ ഏത് കളറാ തീയുടെ കളറ്? അത് കരിഞ്ഞതാ, അത് കരിഞ്ഞ തീയാ. തീയുടെ കളർ ഏതാ? ചുമപ്പ്. അത് നമ്മൾ തീയിലേക്ക് ഇടുന്ന വസ്തുവിന്റെ കളർ പോലെ ഇരിക്കും ഇത് കത്തിപ്പൊങ്ങുന്നത്. ശരിയല്ലേ? നമ്മൾ കുറച്ച് പ്ലാസ്റ്റിക് കൊണ്ട് ഇട്ട് നോക്കി, അല്ലെ കുറച്ച് വിറകിട്ട് നോക്കി, കറുത്ത കാര്യം പൊങ്ങുന്നുണ്ട്, കറുത്ത തീയായിരിക്കും പോകുന്നത്. അത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. പക്ഷെ തീക്കൊരു കളറുണ്ട്, അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ പോട്ടെ, അതിനെക്കുറിച്ച് ചിന്തിക്കാം. കളർ വിട്ട് ശ്രദ്ധിക്കുക. ഈ തീയുടെ ശക്തി കെടുത്തി എബ്രായ ബാലന്മാര് തീച്ചൂളയിൽ നടന്നു. ശക്തി പോയാ പിന്നെ നമ്മളാണ് എല്ലാം. ശത്രുവിന്റെ ശക്തി കെട്ടാ പിന്നെ നമ്മളാ വലുത്. ഇവിടെ കണ്ടോ, തീക്കകത്തോടെ എബ്രായ ബാലന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഹൈഫൈ ഒക്കെ പറഞ്ഞ് അങ്ങ് പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുക. കാരണം എന്നാ? ഇവരറിയുന്ന ഒരുത്തൻ നാലാമനായി ഇവന്റെ കൂടെ ഉണ്ട്. ഇന്ന് പകൽ നീ അറിയാവുന്ന ഒരുത്തൻ നിന്റെ കൂടെ വേണമെങ്കിൽ ഒറ്റ കാര്യം ഓർക്കണം, അവനോരോ അവന്റെ വലുപ്പം എന്താ? ഇവർക്ക് അവനെ അറിയാം, അതുകൊണ്ട് ഇവൻ ഇറങ്ങി വന്നു. ബസ് അറിയാവുന്നവരുടെ വീട്ടിൽ അവൻ ഇറങ്ങി വരും. അറിയാവുന്നവരുടെ ഹൃദയത്തിൽ അവൻ ഇറങ്ങി വരും. ഇന്ന് പകൽ ഞാൻ ആ ഭാഗത്തേക്ക് കയറുന്നില്ല. ഈ വർഷത്തിന് 2ാമത്തെ ഞായറാഴ്ച എന്റെ ദൈവമക്കളെ ഞാൻ പ്രാർത്ഥനയോടെ ഞാൻ പറയാം, അവനെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ നിന്റെ മുൻപിലെ തീയുടെ ബലം കെടും. ഇതൊരു സങ്കീർത്തന ഭാഗമാണ്. തീയുടെ 5ാമത്തെ വാക്യം, പരാക്രമശാലിക്ക് കരുത്തില്ലാത്ത കരുത്ത്. ഇവർക്ക് എന്തോ ഒരു തോന്നലുണ്ടായിരുന്നു. ഇവർക്ക് എന്തോ ഉണ്ട്. ഇവരൊക്കെ ഭയങ്കര ശമ്പളം മേടിക്കുന്നവരാ. സൈന്യ ക്യാമ്പിൽ ഇവർ പ്രത്യേക ട്രെയിനിങ് കൊടുത്ത് മുമ്പിൽ നിരത്തി നിർത്തിയേക്കുന്ന അണ്ണന്മാരാ. ഇവരെ ചവിട്ടി ഇടുക എന്ന് പറഞ്ഞാൽ അതിലും ട്രെയിനിങ് കിട്ടിയവരെ കൊണ്ടേ പറ്റൂ. നമ്മളൊക്കെ ചെന്നാൽ കഷത്തിലോട്ട് വെച്ചിട്ട് നമുക്ക് കീന്നൊരു ശബ്ദം കേൾക്കും. അത്ര അജാനുഭാവുക്കൾ, അത്ര വലിയ മനുഷ്യര്. സ്തോത്രം. ഇവന്മാരെ എന്തോ ചെയ്തു? ദൂതൻ ഇറങ്ങി വന്നപ്പോ അജീന എന്തോ ചെയ്തു? അജീന ശക്തി അങ്ങ് കരുത്തില്ല. വചനം പറയുന്നു. ഒന്ന് ഇംഗ്ലീഷ് വായിച്ചാട്ടെ. അതിന് 5ാമത്തെ വാക്യം. Let's find anybody. അതെന്ന് വായിച്ചു. ജെറോൺ 5ാമത്തെ വാക്യം. അവർ സ്റ്റക്കായി പോയതാ പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? വായിച്ച തീയുടെ പരാക്രമശാലികൾക്ക് വായിച്ചതിന് 5ാമത്തെ സെക്കൻഡ് വേർഡ്. ഓക്കെ, പരാക്രമശാലികൾക്കാർക്കും കരുത്തില്ലാതെ പോയി. ഇത്രേ ഉള്ളൂ. നമ്മുടെ ശുശ്രൂഷ തീർന്നാൽ പിന്നെ നമുക്കൊന്നുമില്ല. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം പോയോ, ഇവരെ പോലാവും, കരുത്ത് നഷ്ടപ്പെടും. നമ്മുടെ ആത്മീയ ജീവിതം പോയോ, നമ്മുടെ കരുത്ത് നഷ്ടപ്പെടും. ആരകത്ത് കയറും? ശത്രു അകത്ത് കയറും. ശത്രു അകത്ത് കയറാതിരിക്കുന്നതിന്റെ കാരണം എന്നാ? കരുത്തുകൊണ്ടാണ്. നമ്മുടെ കരുത്ത്, നിന്റെ വീടിന്റെ കരുത്ത് നീയാകണം. നിന്റെ തലമുറയുടെ കരുത്ത് നീയാകണം. മാതാവേ, സഹോദര, നിന്റെ സഭയുടെ കരുത്ത് നിങ്ങളാകണം. അല്ലെങ്കിൽ ഇന്ന് പകൽ ഓർ നിന്റെ ജോലി ചെയ്യുന്ന നിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ കരുത്ത് പ്രാർത്ഥിക്കുന്ന നീയാകണം. നിന്റെ കരുത്ത് പോയാൽ ഒന്നിനും ഗുണമില്ല. പിശാച് അകത്ത് കയറും. ദൂതന് അകത്ത് കയറാൻ ഈസി വേ എന്താണെന്നറിയാമോ? ആദ്യം അമ്പ് പിടിച്ചു നിൽക്കുന്നവരെ, അവരെ ധൈര്യശാലികളെ കൊള്ളയിട്ടിട്ട് അവരെ ഉറക്കി കളഞ്ഞു. കൊള്ളയിട്ടിട്ട് ഉറക്കി കളയുക എന്ന് പറഞ്ഞാൽ എന്നറിയാമോ? അവരുടെ ആയുധങ്ങൾ മൊത്തം പിടിച്ചെടുത്തു.
ദൂതന്റെ ടെക്നിക്ക് നോക്കി. നമ്മൾ ആരാധിക്കുന്ന വെറും പൊട്ടൻ ദൈവത്തെ അല്ല, കണ്ണ് കാണാത്തവനെ അല്ല കേട്ടോ. നിന്റെ ഓരോ ചലനം അവൻ അറിയുന്നുണ്ട്. ഓരോ ചലനം എന്റെ ദൈവം കാണുന്നുണ്ട്. പക്ഷേ ശത്രു നിന്നെ കൊള്ളയിടാതെ വഴിയിൽ തട്ടിയിടാതിരിക്കുന്നതിന്റെ കാരണം എന്നാണെന്നറിയാമോ? അവന് നമ്മോടുള്ള ദീർഘക്ഷമയാണ്. ഈ വർഷം പുത്തൻ തീരുമാനങ്ങൾ, പുതിയ നന്മകളിൽ കൂടെ നമുക്ക് മുൻപോട്ട് പോകണം. ഒത്തിരി കാര്യങ്ങൾ അവിടെ നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള ദൈവമക്കളുടെ അരികിലേക്കാണ് ദൈവം ഇറങ്ങി വരുന്നത്. ഉപദേശത്തിന്റെ അതിരിനകത്ത് നിന്നോണം. ദൈവസഭ അമേരിക്കയിലുണ്ട്, കാനഡയിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, സ്വിറ്റ്സർലൻഡിലുണ്ട്. രീതികൾ പലതാണെങ്കിലും ഉപദേശം ഒന്നാണ്, അല്ലേ? ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഉപദേശം ഒന്നാണ്. വെളിരാജ്യത്തിലുള്ളവർക്ക് വേറെ ഉപദേശമില്ല. ശ്രീലങ്കയിൽ ഇത് വേറെ ഉപദേശമല്ല. ഇതിനകത്ത് എന്ത് പറഞ്ഞിരിക്കുന്നു അതായിരിക്കും ഉപദേശം. പക്ഷെ ആരാധന രീതികൾക്ക് മാറ്റം കാണും. പക്ഷെ ഉപദേശത്തിൽ നിന്ന് പോകരുത്. ഉപദേശത്തിൽ നിന്ന് പോകരുത്. ഉപദേശത്തിൽ നിന്നോണം. ഉപദേശത്തിൽ നിന്നാൽ ദൂതൻ നിന്റെ അടുത്തിറങ്ങി വരും. ഉപദേശത്തിൽ നിന്നാൽ നിന്റെ മുൻപിലെ പ്രശ്നങ്ങളെ ദൈവം ഉറക്കിക്കളയും. ഉപദേശത്തിൽ നിന്നാൽ കരുത്തുള്ളവന്റെ കരുത്തിനെ അവൻ നഷ്ടപ്പെടുത്തും. ഉപദേശത്തിൽ നിൽക്കണം. ജോലി നല്ലതാ, ഓട്ടം നല്ലതാ, യാത്രകൾ നല്ലതാ. പക്ഷേ ഉപദേശം വിട്ടൊന്നും ആകരുത്. ദൈവം തന്ന ഉപദേശം, ആ ഉപദേശം നിൽക്കണം കേട്ടോ. അതാ കർത്താവ് നമ്മളിന്ന് ആഗ്രഹിക്കും. ലോകത്തിൽ എവിടെ ചെന്നാലും പ്രാപിച്ച ദർശനത്തിൽ നിന്ന് ഇടതെല്ലു മാറരുത്. അതിന്റെ വചനം കണ്ട ഒത്തിരി കാര്യങ്ങൾ താഴോട്ടുണ്ട്. 6ാമത്തെ വാക്ക്, യാക്കോബിന്റെ ദൈവമേ, നിന്റെ ശാസനയാൽ തേരും കുതിരയും എന്ത് ചെയ്തു? സമയം പോകുന്നു. തേരും കുതിരയും നിന്റെ ശാസനയാ. തേരും കുതിരയും പറഞ്ഞ എന്റെ ദൈവമേ, അവിടൊക്കെ എന്താ പറയണ്ടേ? തേരും കുതിരയെന്ന് പറഞ്ഞ ഏത് സമയവും ഒരു യാത്രയ്ക്കുള്ള പുറപ്പാടിൽ ഒരുങ്ങിയിരിക്കുന്ന 2 കാര്യങ്ങളാണ് തേര്, കുതിര. തേര് തെളിച്ചു, കുതിരയുടെ ചാണിലേക്ക് ഒരു വലി വലിച്ചാൽ കുതിച്ചു പോകാൻ തക്ക നിലയിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കുന്ന തേരും കുതിരയും എന്ത് ചെയ്യുന്ന പറയുന്നത്? ഉറങ്ങിപ്പോയി. എന്താ ഉറങ്ങാൻ കാരണം? നിന്നെ തീർക്കാൻ തേര് തെളിച്ച് നിന്റെ കുടുംബത്തിലേക്ക് പാഞ്ഞു കയറി വരാൻ തേരും കുതിരയുമായി കാത്തുനിന്ന ഒരു കൂട്ടം പ്രശ്നത്തിന്റെ മുൻപിൽ ഇന്ന് നീ ഇതിനകത്ത് വന്നിരിക്കുന്നെങ്കിൽ അതിനായി ഉറക്കിയത് കൊണ്ടാ. നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ ആരോഗ്യത്തിൽ, നിന്റെ പഠനത്തിൽ നിൽക്കുന്നതിന്റെ കാരണം നിന്റെ മുൻപിലേക്ക് ഓടി വരുന്ന കുതിര ഉറങ്ങിയതുകൊണ്ടാണ്. ഞാനും നിങ്ങളും ആരാണെന്നുള്ളത് ഇന്ന് പകൽ ദൈവമക്കൾ ഉറച്ചോണം. യാക്കോബിന് നിന്റെ ശാസനയാൽ, ശാസിച്ചതേ ഉള്ളൂ, അടിച്ചില്ല, മയക്കുമരുന്ന് കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. ഒറ്റ ശാസന, മാറിപ്പോ. പറഞ്ഞതുമല്ല. ഏറ്റവും ഈ യുദ്ധത്തിന് പോകുന്ന കുതിരകളൊക്കെ ഉണ്ടല്ലോ, ചട്ടും ക്ഷീണവും രോഗമുള്ളതിനും ഒന്നുമല്ല, ഭയങ്കര മെഡിക്കൽ ചെക്കപ്പ് ചെയ്ത മൃഗങ്ങളെയാണ് യുദ്ധത്തിന് വേണ്ടി വിടുന്നത്. എന്ന് പറഞ്ഞാൽ ശത്രു പോകുന്നതിന് മുൻപിൽ കുതിക്കാൻ പരുവത്തിലാണ് യുദ്ധക്കളത്തിൽ കുതിരകളെ നിർത്തുന്നത്. അതിന്റെ കുളമ്പ് ചെത്തിച്ചീകി അതിൽ ലാടനടിച്ച സ്തോത്രം, എത്ര മലകൾ ഓടിക്കയറത്തക്ക നിലയിൽ, കുതിച്ചു പോകത്തക്ക നിലയിൽ കുതിരകളെ ഒരുക്കി ഇങ്ങ് നിർത്തിയിരിക്കുക. ശത്രുവാളയത്തിലേക്ക് ദൈവമക്കളെ തീർത്തു കളയാൻ, സിയോനിലേക്ക്, ശാലോമിലേക്ക് ഓടിക്കയറാൻ കുതിരകളെ നിർത്തി സ്വർഗീയ ദൂതൻ ഇറങ്ങി വന്ന് കുതിരയെ ഉറക്കി. ഇന്ന് പകലോർത്തോ, നിന്റെ പ്രശ്നത്തെ കാണാത്തവനെയല്ല ആരാധിക്കുന്നത്, പ്രശ്നത്തിന് മുൻപിൽ ഇറങ്ങി വരുന്ന ദൈവത്തെ ആരാധിക്കുന്നത്.
നിന്റെ തലമുറ സ്കൂളിൽ പോകുന്ന ദൈവകൃപയാല, നിന്റെ ജോലി ദൈവകൃപയാല, നിന്റെ ആരോഗ്യം ദൈവകൃപയാല. പലപ്പോഴും ശ്രദ്ധിച്ചോ, പലപ്പോഴും ജോലിയിൽ ചില കുറവുകൾ സംഭവിച്ചിട്ടില്ലേ? ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിൽ അശ്രദ്ധകൾ കൊണ്ട് ചില തെറ്റുകൾ സംഭവിച്ചിട്ടില്ലേ? പക്ഷേ അത് മുകളിൽ കാണാതിരുന്നത് അവരുടെ കണ്ണിനെ ദൈവം ഉറക്കിയത് കൊണ്ടാണ്. നിന്റെ ജോലി നഷ്ടപ്പെടുന്ന നിലയിൽ ചില പ്രശ്നങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ നേരിട്ടു. അവര് കണ്ടില്ല, സമാധാനമായെന്ന് നീ പറയുമ്പോൾ ഓർത്തോണം, അവരുടെ കണ്ണിനെ പൊത്തിപ്പിടിച്ചൊരു ദൈവമുണ്ട്. സ്തോത്രം. ഇന്ന് പകൽ ദൈവമക്കളെ, എനിക്ക് ഒരുപാടൊന്നും പറയാനില്ല. ഒറ്റ കാര്യം ഓർത്തോ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ എന്താണെന്ന് തിരിച്ചറിയണം കേട്ടോ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ, അതിന് താഴോട്ടുള്ള ഭാഗങ്ങൾ 7-ാമത്തെ വചനം കണ്ടോ? നീ ഭയങ്കരനാകുന്നു. അയച്ചേ നീ സോറി നീ ഭയങ്കരനാകുന്നു. നീ ഒന്ന് കോപിച്ചാൽ തിരുമുൻപാകെ നിൽക്കുന്നവൻ ആരാ? തീർന്നു കേട്ടോ. നിന്റെ കർത്താവ് കോപിച്ച നീ മണ്ണിലേക്ക് തീരും. ദൈവം ഒന്ന് കോപിച്ച തീരാവുന്നതേ ഉള്ളല്ല. പക്ഷെ അവൻ കോപിക്കാതെ നിൽക്കുന്നത് എന്നാണെന്നറിയാമോ? അവൻ കണ്ടില്ലല്ലോ എന്ന് ഓർക്കരുത്. ഒരു പക്ഷെ നിന്റെ കൂട്ടുകാർ കണ്ടില്ലെന്ന് വരാം, അല്ല നിങ്ങളുടെ മുൻപാകെ നിന്ന് പ്രസംഗിക്കുന്നത് ഞാൻ കണ്ടില്ലെന്ന് വരാം. ഇന്ന് ഇതിനകത്തിരിക്കുന്ന സഹോദരി സഹോദരന്മാരോട് പറയട്ടെ, ആരും നിന്നെ കണ്ടില്ലെങ്കിലും എൻ്റെ കർത്താവിൻ്റെ കണ്ണുകൾ നിന്നെ കാണുന്നുണ്ട്. അവനൊന്ന് കോപിച്ചാൽ ആരവൻ്റെ മുൻപാകെ നിൽക്കും? ഈ 2-ാമത്തെ ഞായറാഴ്ച വളരെ ഹൃദയവേദനയോടെ തന്നെ ചോദിക്കട്ടെ, ഉപദേശിച്ച് മടുത്തത് കൊണ്ടും പ്രാർത്ഥിച്ച് മനം മടുത്തത് കൊണ്ടും എൻ്റെ ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ, തിരുമുൻപാകെ ദൈവം കോപിച്ച് നിൽക്കാൻ പറ്റത്തില്ല. ഇന്ന് പകലോർത്തോ, ആ ഒരു ജീവൻ ജീവിക്കുന്നൊരു ദൈവമുണ്ട്. നിന്റെ പ്രതിസന്ധികളിൽ ജീവിക്കുന്നൊരു ദൈവമുണ്ട്. കുഞ്ഞുങ്ങളെ, ദൈവം ജീവിക്കുന്നവനാ. നിങ്ങളുടെ സ്കൂളുകളിൽ, നിങ്ങളുടെ യാത്രകളിൽ എൻ്റെ കർത്താവ് ആരാണെന്ന് ഉറച്ചോണം. ഇന്ന് മുൻപിൽ ഒന്നും കാണത്തില്ല, MD ആയിരിക്കാം. പക്ഷേ നിന്നെ MDയിൽ കൂടെ എൻ്റെ കർത്താവ് കടത്തിവിടുന്ന എന്നാന്നറിയാമോ? നിന്നെ എൻ്റെ ദൈവത്തിൽ നിറയ്ക്കാൻ വേണ്ടിയാ. ശൂന്യമായ പടകിലേക്ക് എൻ്റെ കർത്താവ് ഇറങ്ങി വന്നപ്പോഴല്ലേ പടക് നിറഞ്ഞത്? ഇറങ്ങി വന്നാൽ തീരാവുന്ന വിഷയമുള്ളൂ. എൻ്റെ കർത്താവിൻ്റെ കരുണയ്ക്കായി സ്തോത്രം ചെയ്തു. അതിൻ്റെ 10-ാമത്തെ വചനം, മനുഷ്യൻ്റെ ക്രോധം നിന്നെ സ്തുതിക്കും നിശ്ചയം, ക്രോധശിഷ്ടത്തെ നീ അരയ്ക്ക് കെട്ടും. എന്തെങ്കിലും പിടി കിട്ടിയോ? അതിന്റെ 10-ാമത്തെ വാക്യം വായിച്ചേ, വേഴ്സ് 10. മനുഷ്യന്റെ ക്രോധം നിന്നെ സ്തുതിക്കുമെന്ന് പറയാൻ കാരണം, ഒരുപക്ഷെ നമ്മുടെ ആരാധന കണ്ട്, നമ്മുടെ പ്രാർത്ഥന കണ്ട്, നമ്മൾ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് കണ്ട് അവരെന്ത് ചെയ്യും? ക്രോധം കൊണ്ട് അവർ നമ്മളെ ശകാരിച്ചെന്ന് വരും. പക്ഷെ ആ ക്രോധം എന്തിലേക്ക് മാറണം? സ്തുതിയിലേക്ക്. ആശയം ശരിയാണോ? ക്രോധം, മറ്റുള്ളവരുടെ ക്രോധം, മറ്റുള്ളവരുടെ ശാസന, മറ്റുള്ളവരുടെ ശകാരം നിനക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നതായി മാറണം. അപ്പോൾ ഇതിനകത്തിരിക്കുന്നവർ ഒരു കാര്യം ഓർത്തണം, മനസ്സ് തുറന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവരുടെ ക്രോധം മാറും. എന്നിട്ട് അവരുടെ ക്രോധശിഷ്ടം 31x3 ശിഷ്ടം 1 എന്ത് ചെയ്യും? മുകളിൽ എഴുതിയിടും അല്ലേ? ശിഷ്ടം 1 മുകളിലിടും. ആ ശിഷ്ടത്തെ എന്ത് ചെയ്യും? നമ്മുടെ സർവശക്തനായ ദൈവം അരയ്ക്കാൻ കിട്ടും. അവരോട് ചോദിക്കാതെ നീ ഇടുന്ന ശിഷ്ടങ്ങളുണ്ടല്ലോ, നിന്റെ ജീവിതത്തിൽ വരുന്ന ശേഷിപ്പുകളുണ്ടല്ലോ, എൻ്റെ കർത്താവ് അത് ഭാരമേൽക്കാൻ കഴിവുള്ളവനാ. ഇന്ന് പകൽ ആ ദൈവത്തെ ആത്മാവ് തിരിച്ചറിഞ്ഞു. ക്രോധം ദൈവത്തെ സ്തുതിക്കണം കേട്ടോ. മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞ്, വിശ്വാസികൾ എന്നോട് മിണ്ടിയില്ല, പാസ് കൈ തന്നില്ലെന്നും പറഞ്ഞ് പോവല്ല, സ്തുതിക്കാൻ കഴിയണം. എന്തൊരു ക്ലിയർ വചന! മനുഷ്യന്റെ ക്രോധം എന്ന് പറയാൻ കാരണം നിന്റെ ഇടത്തും വലത്തും ഇരിക്കുന്ന ഒരു മനുഷ്യരാ, മൃഗമല്ല. ആണോ? മൃഗമല്ല, മനുഷ്യരാ. അവരുടെ ഇടപെടലുകളും അവരുടെ സംസാരങ്ങളും അവരുടെ പെരുമാറ്റവും ഈ ആരാധനാലയത്തിലേക്ക് വരാൻ തടസ്സമാകരുത്, ദൈവത്തെ സ്തുതിക്കാൻ കാരണമാകണം.
എന്നിട്ട് ക്രോധശിഷ്ടത്തെ അരക്കി കെട്ടണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഈ മുമ്പിലിരിക്കുമ്പോഴല്ലേ നമ്മൾ അറിയാതെ നോക്കി പോന്നല്ലേ. പക്ഷെ അത് അരയിലൊന്ന് കെട്ടി നോക്കിയേ. എൻ്റെ അരയിൽ ബെൽറ്റ് ഉണ്ടെന്ന് പോലും അറിയത്തില്ല, മുമ്പിൽ വയറിയുന്നു. ക്രോധശിഷ്ടത്തെ അരക്കി കെട്ടണം. നമ്മുടെ സർവശക്തനായ ദൈവം പറയുകയാണ്, ദൈവത്തിന്റെ സാമീപ്യം അനുഭവിക്കുന്ന ദൈവം ഇതില്ലേ, നമ്മുടെ ഓരോ ശിഷ്ടവും അവന്റെ കയ്യിൽ. അതിങ്ങോട്ട് തന്നാലേ അടുത്ത അക്കം കൂട്ടി യോജിപ്പിക്കാൻ പറ്റും. അതിനെ ഇൻഡു ചെയ്ത് അടുത്ത ഉത്തരത്തിലേക്ക് പോകണമെങ്കിൽ, ആൻസറിലേക്ക് പോകണമെങ്കിൽ എന്റെ ദൈവം ശിഷ്ടം തരണം. ക്രോധശിഷ്ടത്തെ അരക്കി കിട്ടുന്ന ഒരു ദൈവം. ദൈവത്തിന്റെ കരുതലിനായി സ്തോത്രം ചെയ്ത് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച്. എനിക്ക് ആ 12 വാക്യോടെ ഒന്ന് പ്രസംഗിക്കാൻ തോന്നുകയാണ്. അവൻ അവസാന ഭാഗം കണ്ടോ? ഞാൻ 2 വചനം പ്രസംഗിക്കാൻ എഴുന്നേറ്റേ, പക്ഷെ അവസാന വചനം കണ്ടോ? അവൻ പ്രഭുക്കന്മാരുടെ പ്രാണനെ ഛേദിച്ചു കളയും, ഭൂമിയിലെ രാജാക്കന്മാർക്ക് അവൻ ഭയം. രാജാക്കന്മാരെക്കാൾ ഭയങ്കരനാലും ഉണ്ടോ? രാജാക്കന്മാരെ ഏറ്റവും വലിയ ഭയങ്കരൻ. ഈ രാജാവിനേക്കാൾ ഭയങ്കരനെ നമ്മൾ ആരാധിക്കും. പ്രഭുക്കന്മാരുടെ പ്രാണനെ ഛേദിച്ചു കളയും നമ്മുടെ കർത്താവായ. ഇന്ന് പകൽ ഓർത്ത് നമ്മുടെ പ്രാണനെ കരുതുന്ന ദൈവം. നമ്മുടെ കണ്ണുകൾ ദൈവത്തിൽ അടയ്ക്കാം, ഹൃദയങ്ങളെ കർത്തൃസന്നിധിയിലേക്ക് നമുക്കൊരു നിമിഷം പകരാം. എല്ലാ കണ്ണുകളും അടച്ച്, അപ്പാ വി ലവ് യു ജീസസ്, ഞങ്ങളങ്ങ് ആരാധിക്കുന്ന കർത്താവേ, ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കും.